കുട്ടികളെ, ഇന്ന് ക്ലാസ് 6 ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ റാം ഓർ സുഗ്രീവ് എന്ന അധ്യായത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. सुग्रीव राम पर कुपित था. यह धोखा है, आपने मेरे साथ धोखा किया. समय पर बाण नहीं चलाया, मैं नहीं भागता तो आज वह मुझे मार डालता. അപ്പോൾ ആ സമയത്ത് സുഗ്രീവൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു, കുപിതനായിരുന്നു ശ്രീരാമനടുത്ത്. എന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അമ്പ് എഴുതില്ല, നിങ്ങൾ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. ധോക്ക ദിയാ ഹെ, ധോക്ക അതായത് ചീറ്റ് ചെയ്തതാണ് നിങ്ങൾ. मैं नहीं भागता तो आज वो मुझे मार डालता. ഞാൻ ഓടിയില്ലായിരുന്നെങ്കിൽ ബാലി എന്നെ തീർച്ചയായും വധിക്കുമായിരുന്നു. റാം കി കഠിനായി ദൂസരി थी. ശ്രീരാമന് വേറൊരു പ്രയാസത്തിലായിരുന്നു. ശ്രീരാമൻ ആ സമയത്ത് ഡിഫിക്കൽട്ടി, കഠിനായി എന്ന് പറഞ്ഞാൽ വേ ദുവിധാമെത്തി. ദുവിധ എന്ന് പറഞ്ഞാൽ ഡയലേമ, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊരു ആ ഒരു അവസ്ഥ, അതിനെയാണ് പറയുന്നത് ദുവിധാമെത്തി. ഉन्होंने सुग्रीव को समझाया, तुम दोनों भाइयों के चेहरे मिलते जुलते हैं, दूर से दोनों में एक जैसे लगते हो. मैं बाली को पहचान नहीं पाया. बिना पहचाने बाण चलाता तो वह तुम्हें भी लग सकता था. मैं इस चूक के लिए तैयार नहीं था. मैं अपने मित्र को खोना नहीं चाहता था. അപ്പോൾ എന്തായിരുന്നു ആ ഡയലമ്മ, എന്തായിരുന്നു ആ സമയത്ത് ശ്രീരാമന് കൺഫ്യൂഷൻ തോന്നാൻ കാരണം തും ദോനോ ഭായിയോം കി ചേരെ മിൽത്തെ ജുൽത്തെ ഹെ, നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഒരുപോലെയായിരുന്നു കാണാൻ, അല്ലേ? രണ്ടുപേരും ഒരുപോലെ കാണുന്നുണ്ടായിരുന്നു. ദൂർ സെ ദോനോ മിക് ജേസെ ലഗ്തി തി, രണ്ടുപേരും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരുപോലെയാണ് കാണപ്പെട്ടത്. मैं बाली को पहचान नहीं पाया. ബാലിയെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആരാണ് ഇതിൽ ബാലി എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. ബിനാ പെഹച്ചാനെ ബാൺ ചലാത്താ തോ വോ തുമേ ഭി ലഗ് സക്താ താ. ഇപ്പം ആരാണ് ബാലി എന്നറിയാതെ ഞാൻ അമ്പെങ്ങാനും എഴുതിയിരുന്നെങ്കിൽ അത് നിനക്കും കൊള്ളുമായിരുന്നു. मैं इस चूक के लिए तैयार नहीं था. ഈ തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. मैं अपने मित्र को खोना नहीं चाहता था. ഞാൻ എൻ്റെ മിത്രത്തെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ലക്ഷ്മൺ ने समझा बुझाकर सुग्रीव को तैयार किया. എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി ലക്ഷ്മണൻ സുഗ്രീവിനെ തയ്യാർ ചെയ്തു, വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടി. एक और युद्ध के लिए. राम ने कहा, जाओ मित्र, इस बार बाली को पहचानने में चूक नहीं होगी. പോകൂ മിത്ര, ഇപ്രാവശ്യം ബാലിയെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഒരു തെറ്റും സംഭവിക്കത്തില്ല, എന്നിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാകത്തില്ല. ഇസ് ബാർ ഉസ്ക അന്ത് നിശ്ചിത, ഇപ്രാവശ്യം അവൻ്റെ അന്ത്യം നിശ്ചിതമാണ്. സുഗ്രീവ് ഡരാ ഹുവാ था, घबराहट थी, पर राम के कहने पर तैयार हो गया. ഒരു ഭയം മനസ്സിലുണ്ടായിരുന്നു സുഗ്രീവിന്. ഡരാ ഹുവാ था, പേടിച്ചിരിക്കുകയായിരുന്നു. पर राम के कहने पर तैयार हो गया, പക്ഷെ ശ്രീരാമൻ പറഞ്ഞതും തയ്യാറായി. സുഗ്രീവൻ യുദ്ധത്തിനായിട്ട് തയ്യാറായി. കിഷ്കിന്ദ പहुंचकर उसने ബാലി को चुनौती दी. കിഷ്കിന്ധയിലെത്തിയതും ബാലിയെ ചാലഞ്ച് ചെയ്തു, ലൽക്കാര, വെല്ലുവിളിച്ചു. ബാലി को सुग्रीव का यह साहस समझ में नहीं आया. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുഗ്രീവ് വീണ്ടും ചാലഞ്ച് ചെയ്യുന്നത് എന്ന കാര്യം ബാലിക്ക് മനസ്സിലായില്ല. സമജ് में नहीं आया. वो अंतपुर में था अपनी पत्नी റാണി താര के साथ. അപ്പോൾ അന്തപുരത്തിലായിരുന്നു ആ സമയത്ത് ബാലി തൻ്റെ പത്നി താരയുടെ കൂടെ. बाली जाने लगा तो तारा ने उसे समझाने का प्रयास किया, जाने से मना किया. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോയപ്പോൾ താര മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ജാനെ മനാക്കിയ, പോകുന്നതിന് തടയുകയും ചെയ്തു. बाली ने उसकी बात नहीं मानी. पैर पटकता बाहर आया, क्रोध से उबल रहा था. പക്ഷെ ബാലി താര പറഞ്ഞത് കേട്ടില്ല, പുറത്തോട്ട് ഇറങ്ങി വന്നു. അതായത് ദേഷ്യം കൊണ്ടിങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യത്തില്ല, അങ്ങനെ ദേഷ്യം കൊണ്ടിങ്ങനെ കാലുകളൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് വരികയാണ്. ക്രോധ് സെ ഉബൽ റാത്ത, ആ സമയത്ത് ദേഷ്യം കൊണ്ടിങ്ങനെ ആളിക്കത്തുകയായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ബാലിക്ക്. ബാലി ने हाथ हवा में उठाया, मुट्ठी भींची हुई थी. वह एक घूसे से सुग्रीव का काम तमाम कर देता. അപ്പോൾ ആ മുഷ്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, ഭീഞ്ചി ഹുയി, മുട്ടി എങ്ങനെയുണ്ടായിരുന്നു, ഇങ്ങനെ ഭീഞ്ചി ഹുയി, ഇങ്ങനെ മുഷ്ടി പിടിക്കത്തില്ല അതുപോലെ, അതായത് ഒരു അടിക്ക് നിന്നെ കൊല്ലും എന്ന രീതിയിലായിരുന്നു ബാലി പുറത്തോട്ട് ഇറങ്ങി വന്നത്. തബി റാം കാ ബാൺ ഉസ്കി ഛാത്തി മേ ലഗ. അതേ സമയത്ത് ശ്രീരാമൻ്റെ ആ ബാണം, അമ്പ് നെഞ്ചിലോട്ട് തഴച്ച് കയറി. വ ലഡ്ഖടാക്കർ ഗിർപട, ലഡ്ഖടാക്കർ, ആ വേദന കൊണ്ട് പൊളഞ്ഞ് ഇങ്ങനെ താഴോട്ട് വീണു. बाली के गिरने पर राम, लक्ष्मण और हनुमान पेड़ों की ओट से बाहर निकल आए.
ബാലി വീണതും ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ ഹനുമാനും ആ മരത്തിൻ്റെ പിറകിൽ നിന്ന് ഒളിച്ചു നിന്നതായിരുന്നു. അവർ പുറത്തോട്ട് ഇറങ്ങി വരുന്നു. ആനൻ ഫാനൻ മേ രാജ്യാഭിഷേക് കി തയ്യാറിയാം കി ഗയി. ആനൻ ഫാനൻ അതായത് വരുന്നതിലും പോകുന്നതിലുള്ള ആ തിരക്ക്, അതായത് ആ ഋഷിമുഖ് പർവ്വതത്തിൽ നിന്നും സുഗ്രീവ് രാജ്യാഭിഷേകത്തിനായിട്ട് കിഷ്കിന്ധയിലോട്ട് എത്തിച്ചേരുകയാണ്. ആ തിരക്കിനിടയിൽ രാജ്യാഭിഷേക് കി തയ്യാറിയാം കി ഗയി, വളരെ വേഗത്തിലായിരുന്നു എല്ലാ തയ്യാറെടുപ്പുകൾ. സുഗ്രീവ് കോ രാജ്ഗദ്ദി മിലി, സുഗ്രീവിന് രാജസിംഹാസനം ലഭിച്ചു. രാം കി സലാഹ് പർ ബാലി കെ പുത്ര അംഗദ് കോ യുവരാജ് കാ പദ് ദിയാ ഗയ. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച്, ശ്രീരാമൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ബാലിയുടെ പുത്രനായ അംഗദിന് യുവരാജ പദവിയും ലഭിച്ചു. രാംനെ സുഗ്രീവ് കെ ലിയെ സംബോധൻ ബദൽ ദിയ. ശ്രീരാമൻ സുഗ്രീവിനെ സാധാരണയായിട്ട് മിത്ര എന്ന് പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സംബോധൻ കർണ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുക, വിളിക്കുക. രാജ്ഗദ്ദി പർ ബാഠ്നെ കെ ബാദ് ഉൻഹെ മിത്ര നഹി കഹ. ആ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം സുഗ്രീവനെ പിന്നെ മിത്ര എന്ന് വിളിക്കാതെ വാനർ രാജ് എന്നാണ് ശ്രീരാമൻ വിളിച്ചത്, അഡ്രസ്സ് ചെയ്തത്. സുഗ്രീവ് കാ മൻ താ കി രാം കുച്ച് സമയ് വഹി രഹേ. അപ്പോൾ സുഗ്രീവിന് ആഗ്രഹമുണ്ടായിരുന്നു ശ്രീരാമൻ കുറച്ച് സമയത്തേക്ക് കൂടെ അവിടെ താമസിക്കണം. ഉൻകെ സാത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രാം നേ മനാ കർ ദിയ, ശ്രീരാമൻ അത് നിരസിച്ചു. കഹാ യ പിതാ കി ആജ്ഞ കെ വിരുദ്ധ ഹോഗാ, ഉൻഹോനെ മുझे വനവാസ് ദിയാ ഹൈ മൈ വൻ മേ ഹി രഹൂംഗാ. ഇത് എൻ്റെ പിതാവിൻ്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായിരിക്കും. അപ്പോൾ ഞാൻ ഉൻഹോനെ മുझे വനവാസ് ദിയ, എനിക്ക് വനവാസമാണ് നൽകിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ വനത്തിലെ താമസിക്കൂ. राम किष्किंधा से लौट आए. वर्षा ऋतु के कारण आगे जाना कठिन था. അപ്പോൾ ശ്രീരാമൻ കിഷ്കിന്ധയിലോട്ട് തിരിച്ച് വരികയാണ്. പിന്നെ വർഷാ ഋതുക്കെ കാരൻ ആകെ ജാന കഠിൻ താ. വർഷാ ഋതു ആയിരുന്നു മൺസൂൺ സീസൺ അല്ലെ. ആ സമയത്ത് മുമ്പോട്ട് നീങ്ങുന്നത് വളരെയധികം പ്രയാസമായിരുന്നു. അപ്പോൾ ലങ്കാരോഹൺ കുച്ച് സമയക്ക് ലിയെ സ്ഥഗിത് കർ ദിയാ ഗയാ. ലങ്കാരോഹൺ അതായത് ലങ്കയിലോട്ട് പോകാനുള്ള ആ ഉദ്ദേശം അവർ കുറച്ച് സമയത്തേക്ക് വേണ്ടാന്ന് വെച്ചു, അതായത് മാറ്റിവെച്ചു. ലങ്കാരോഹൺ കുച്ച് സമയക്ക് ലിയെ സ്ഥഗിത് കർന എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക. ഇസ് അവധി മേ വേ പ്രസ്രവൺ പഹാഡ് പർ രഹേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അത്രയും ദിവസം, അതായത് ആ മൺസൂൺ ടൈമിൽ വർഷാ ഋതുക്കെ സമയം ഇസ് അവധി മേ, ഈ ഗ്യാപ്പിൽ അവർ പ്രസ്രവൺ പഹാഡിലാണ് നിന്നത്. വർഷാ ഋതു ബീത് ഗയി. राम प्रतीक्षा कर रहे थे सुग्रीव की वानर सेना की सीता की खोज के लिए. അപ്പോൾ വർഷാ ഋതു അങ്ങനെ കഴിഞ്ഞു, മൺസൂൺ സീസൺ തീർന്നു. രാം പ്രതീക്ഷ കർ രഹേ थे, ശ്രീരാമൻ ഇങ്ങനെ പ്രതീക്ഷ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. സുഗ്രീവൻ എപ്പോഴാണ് വാനരസേനയുടെ കൂടെ അവിടെ എത്തിച്ചേരുന്നത് എന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സീതാക്കി ഖോജ് കെ ലിയെ, സീതയെ അന്വേഷിച്ചിറങ്ങാനായിട്ട്. സുഗ്രീവിനെ രാജ് തിലക് കെ ദിൻ രാം കോ ഇസ്കാ ആശ്വാസൻ ദിയാ था. അപ്പോൾ രാജ് തിലകം നടന്ന ദിവസം, അതായത് രാജാഭിഷേകം നടന്ന ആ ദിവസം സുഗ്രീവൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു സീതയെ തേടി ഇറങ്ങാമെന്ന്. ലേക്കിൻ വഹ് അപ്നാ വചൻ ഭൂൽ ഗയ. പക്ഷേ സുഗ്രീവൻ തൻ്റെ വചനം മറന്നിരിക്കുന്നു, അതായത് സുഗ്രീവ് തൻ്റെ പ്രോമിസ് മറന്നിരിക്കുന്നു. രാഗ് രംഗ് മേ ഉലജ് ഗയേ രാം ചിന്തിത് ഥേ ദുഃഖി ഭി. അപ്പോൾ സുഗ്രീവ് തൻ്റെ രാജാഭിഷേകം ആയതിനു ശേഷം, അതായത് രാജാവായതിനു ശേഷം തൻ്റെ ആഡംബര ജീവിതത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കാൻ തുടങ്ങി. രാം ചിന്തിത് ഥേ ദുഃഖി ഭി, ശ്രീരാമനാണെങ്കിലോ ചിന്തിതനും പിന്നെ ദുഃഖിതനുമായിരുന്നു. हनुमान को सुग्रीव का वचन याद था. राज तिलक के दिन वे वहीं थे. उन्होंने സുഗ്രീവ് കോ യാദ് ദിലായ. ഹനുമാന് സുഗ്രീവ് നൽകിയ ആ വചനം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാൻ ആ സമയത്ത് രാജാഭിഷേകം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാൻ സുഗ്രീവിനെ ആ വചനം ഓർമ്മിപ്പിച്ചു, അതായത് ശ്രീരാമന് നൽകിയ ആ പ്രോമിസ് അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹനുമാൻ. സുഗ്രീവിനെ വാനർ സേന ഏകത്ര കർണേക്ക ആദേശ് ദിയ. സുഗ്രീവ് വാനര സൈന്യത്തെ ഒരുമിപ്പിക്കാനായിട്ട്, ഒരു സൈന്യം ആക്കി മാറ്റാനായിട്ട് ഓർഡർ കൊടുക്കുന്നു. നല്ലിനെയാണ് ഏൽപ്പിക്കുന്നത്. സേനാപതി നൽക്കോ സോപ്പാകയ. സോപ്പന എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക. അങ്ങനെ സേനാപതി നല്ലിനാണ് ഈ സൈന്യം ഒരുമിപ്പിക്കാനായിട്ട് ഓർഡർ കൊടുക്കുന്നത്. യക്കാം സേനാപതി നൽക്കോ സോപ്പാകയ. 15 दिन और बीत गए लेकिन सेना राम के पास नहीं पहुंची. 15 ദിവസം കൂടെ നീണ്ടുപോയി. 15 ദിവസത്തിന് ശേഷം പോലും ആ സൈന്യം ശ്രീരാമൻ്റെ പക്കൽ എത്തിയില്ല.
राम सुग्रीव के इस व्यवहार से क्षुब्ध थे. ക്രോധ में उन्होंने सुग्रीव के विनाश तक की बात कही. അപ്പോൾ ശ്രീരാമൻ ആ സുഗ്രീവൻ്റെ ഈ പെരുമാറ്റം ഈ എന്താണ് ബിഹേവിയറിൽ അദ്ദേഹം വളരെയധികം ക്ഷുഭിതനാവുന്നു, അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നുന്നു. ക്രോധ में उन्होंने सुग्रीव के विनाश तक की बात कही. അപ്പോൾ ആ ദേഷ്യം കാരണം ശ്രീരാമൻ സുഗ്രീവൻ്റെ വിനാശത്തെ പറ്റി പോലും പറഞ്ഞുപോയി. राम को चिंतित देख लक्ष्मण से न रहा गया. അപ്പോൾ ശ്രീരാമൻ്റെ ഈ ചിന്ത കണ്ട്, അതായത് ഈ വിഷമസ്ഥിതി കണ്ട് ലക്ഷ്മണന് നിൽക്കാനായിട്ട് സാധിച്ചില്ല. അതായത് വളരെയധികം ക്ഷുഭിതനാവുകയായിരുന്നു ലക്ഷ്മണനും. ഉन्होंने धनुष उठाया और राम ने उन्हें रोक दिया. ആ സമയത്ത് ലക്ഷ്മണൻ ദേഷ്യം വന്ന് വില്ല് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രീരാമൻ തടയുകയാണ് ചെയ്തത്. കഹാ സുഗ്രീവ് को बस समझाना है, वह हमारा मित्र है. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി, സുഗ്രീവ് എൻ്റെ ഒരു മിത്രമാണ് എന്ന് പറയുന്നു. ലക്ഷ്മൺ കിഷ്കിന്ദ ചലേ ഗയേ സുഗ്രീവ് കോ സംജാനെ. അങ്ങനെ ലക്ഷ്മണൻ കിഷ്കിന്ധയിലോട്ട് പോവുകയാണ് സുഗ്രീവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അത് ഓർമ്മിപ്പിക്കാനായിട്ട് തൻ്റെ വചനം. സുഗ്രീവ് കോ സംജാനെ വഹാം പहुंच कर उन्होंने धनुष पर प्रत्यंचा चढ़ाई, डोरी खींच कर छोड़ी, उसके ठंकार से सुग्रीव कांप गया. അപ്പോൾ ലക്ഷ്മണൻ അവിടെ എത്തിയതും, അതായത് കിഷ്കിന്ധയിൽ എത്തിയതും ലക്ഷ്മണൻ ധനുഷ്, അതായത് ആ വില്ലെടുത്തിട്ട് അതിൽ ഇങ്ങനെ കോർക്കുകയാണ്. വില്ലിനെ കോർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, ഡോരി ഖീഞ്ച് കർ ചോടി, ആ ചരട് ഇങ്ങനെ വലിച്ചിങ്ങനെ വിട്ടപ്പോഴുള്ള ആ ശബ്ദം കാരണം, ഉസ്കി ഠങ്കാർ സേ സുഗ്രീവ് കാംപ് ഗയ, അത് ആ ശബ്ദം കേട്ട് സുഗ്രീവ് പേടിക്കുന്നു, അതായത് കാംപ് ഗയ. ധനുഷ് की ठंकार सुनते ही उसे राम को दिया वचन पुनः याद आ गया. അപ്പോൾ ധനുഷിൻ്റെ ആ വില്ലിൻ്റെ എന്താണ് ആ പ്രത്യഞ്ച ഇട്ടപ്പോഴുള്ള ആ ശബ്ദം കേട്ടതും സുഗ്രീവിന് ആ വചനം, എന്താണ് നൽകിയ ആ പ്രോമിസ് ഓർമ്മ വരികയാണ്. വചൻ പുനഃ യാദായ, വീണ്ടും അത് ഓർമ്മിക്കുകയാണ് സുഗ്രീവ്. താരാനെ സലാഹ് ദി കി തത്കാൽ ജാക്കർ രാം സെ മിലെ. താര ഉപദേശിച്ചു സുഗ്രീവിനെ ഉടനെ തന്നെ ശ്രീരാമനെ പോയി കാണാനായിട്ട്, ഉടനെ തന്നെ ക്ഷമയാചന കരെ, അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കാനായിട്ട്. സുഗ്രീവിനെ ऐसा ही किया. राम के पास जाने से पूर्व सुग्रीव ने हनुमान को आवश्यक निर्देश दिए. അപ്പോൾ സുഗ്രീവ് അങ്ങനെ തന്നെ ചെയ്തു, ശ്രീരാമൻ്റെ പക്കൽ പോകാനായിട്ട് തീരുമാനിച്ചു. രാം കെ പാസ് ജാനെ സെ പൂർവ്, ശ്രീരാമൻ്റെ പക്കൽ പോകുന്നതിന് മുമ്പ് ഹനുമാന് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ സുഗ്രീവ് നൽകി. വാനർ സേന ഏകത്ര കർണേ കാ ആദേശ്. അപ്പോൾ വാനർ സൈന്യത്തെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഓർഡർ നൽകിയിട്ടാണ് സുഗ്രീവ് പോകുന്നത്. ഇസ് ബാർ സുഗ്രീവ് സേന ഏകത്ര ഹോനെ തക് നഹി റുക്കെ തുരന്ത് നിക്കൽ പടി ലക്ഷ്മൺ കെ പീച്ചെ പീച്ചെ. അപ്പോൾ സൈന്യം ഇങ്ങനെ ഒരുമിപ്പിച്ച് പിന്നെ സൈന്യത്തിൻ്റെ കൂടെ പോകാൻ നിൽക്കാതെ സുഗ്രീവ് ഉടനെ തന്നെ ലക്ഷ്മണൻ്റെ കൂടെ ഇറങ്ങുകയാണ്. ലക്ഷ്മൺ കെ പീച്ചെ പീച്ചെ. राम के सामने जाकर भयभीत वानर राज ने उनसे क्षमा मांगी. അപ്പോൾ ശ്രീരാമൻ്റെ മുന്നിൽ ചെന്നതും ഭയഭീതനായ വാനരരാജൻ, അതായത് സുഗ്രീവ്, അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്നി ചൂക്ക് കേലിയെ, തൻ്റെ തെറ്റിനു വേണ്ടി അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു. രാംനെ ഉന്നെ ഉഠാക്കർ ഗലേ ലഗാലിയ, അദ്ദേഹത്തെ എണീപ്പിച്ച് കെട്ടിപ്പിടിക്കുകയാണ്, ആലിംഗനം ചെയ്യുകയാണ് ശ്രീരാമൻ സുഗ്രീവിനെ. രാം और सुग्रीव बात कर ही रहे थे कि उछल कूद करती वानर टोलियां वहां आ पहुंची. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ, അതായത് ശ്രീരാമൻ്റെയും സുഗ്രീവിൻ്റെയും ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ തുള്ളിച്ചാടി വരികയാണ് ഈ വാനര സേന, അതായത് വാനർ ടോലിയാം, ആ ഗ്യാങ്, ആ വാനരന്മാരുടെ ആ ഗ്യാങ് അവിടെ എത്തിച്ചേരുകയാണ്. ഹനുമാൻ കെ സാത്ത് ലാഖോ വാനർത്തെ, ഹനുമാൻ്റെ കൂടെ ലക്ഷക്കണക്കിന് വാനരന്മാരാണ് വന്നത്. ജാംവന്ത് കെ പീछे ഭാലുവോं की സേന, ജാംവന്തിൻ്റെ പിറകിലാണെങ്കിലോ ഭാലു, അതായത് കരടികളുടെ ഒരു സൈന്യം തന്നെയാണ് വന്നത്. इसके बाद ലങ്കാരോഹൺ की योजना बनी. വാനരോം को 4 ടോലിയോ में बांटा गया. അതിനുശേഷം ലങ്കാരോഹണത്തിനായിട്ടുള്ള ആസൂത്രണങ്ങൾ, അതായത് പ്ലാൻ ചെയ്യപ്പെട്ടു. വാനരോം को 4 ടോലിയോ में बांटा गया, 4 ഗ്രൂപ്പായിട്ട്, 4 ഗാങ് ആയിട്ട് ഇങ്ങനെ മാറ്റി. അംഗദ് को दक्षिण जाने वाले अग्रिम दल का नेता बनाया गया. അംഗദിന് ദക്ഷിണ ദിശയിലോട്ട്, അതായത് തെക്ക് ദിശയിലോട്ട് പോകുന്ന അഗ്രിം ദൽ, നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവായിട്ട്, ആ ദല്ലിൻ്റെ, ആ ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു അംഗദിന്. ഉസ് ദൽ മേ ഹനുമാൻ, നൽ ഓർ നീൽ ബി थे. ആ ഗ്രൂപ്പിൽ ഹനുമാനും പിന്നെ നലും പിന്നെ നീലും ഉണ്ടായിരുന്നു. രാം കി യഹി ഇച്ഛാ थी. ശ്രീരാമൻ്റെ അത് തന്നെയായിരുന്നു ആഗ്രഹം. ഉन्होंने कहा वानरों की सेना भेजने से पहले चतुर और बुद्धिमान दूतों को लंका भेजा जाए.
यही उचित है. വാനരോ की सेना, ആ വാനര സൈന്യത്തെ ലങ്കയിലോട്ട് അയക്കുന്നതിന് മുമ്പ് നല്ല ബുദ്ധിയും ചാതുര്യവുമുള്ള ദൂതന്മാരെ വേണം ലങ്കയിൽ ആദ്യം അയക്കാൻ. യഹി ഉചിത്, അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് ശ്രീരാമൻ പറഞ്ഞു. राम और सुग्रीव की जय जयकार करते वानर अपनी निर्धारित दिशाओं की ओर चल पड़े. അങ്ങനെ ശ്രീരാമനെയും സുഗ്രീവനെയും ജയ് ജയ്ക്കാർ പറഞ്ഞ് ആ വാനര സൈന്യം നിർദ്ധാരിത ദിശാവും അവരവരെ ആ ഓരോരോ സൈന്യത്തെയും നിർണയിച്ചതുപോലെ ഏത് ദിശയിലോട്ടാണ് അവർ പോകേണ്ടത് എന്ന് അവരുടെ ആ നിർണയത്തിനനുസരിച്ചിട്ട് നിർദ്ധാരിത ദിശാവും की ओर चल पड़े പറഞ്ഞതിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ദക്ഷിൺ ജാനെ വാലെ ദൽ കോ രാം ने रोक लिया. അപ്പോൾ തെക്ക് ദിശയിലോട്ട് പോകുന്ന ആ ദല്ലിന്, ആ ഗ്രൂപ്പിനെ ശ്രീരാമൻ നിർത്തിവെച്ചു. ഉൻഹോനെ ഹനുമാൻ കോ അപ്നെ പാസ് ബുലായ. ഹനുമാനെ തൻ്റെ പക്കൽ വിളിച്ചു വരുത്തി. അപ്നി ഉംഗ്ലി സെ അങ്കൂട്ടി ഉത്താർക്ക് ഉനെ ദീദി. തൻ്റെ കൈവിരലുകളിൽ നിന്നും മോതിരം എടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്കൂട്ടി പർ രാം കാ ചിഹ്ന ത. അങ്കൂട്ടി, ആ മോതിരത്തിൽ ശ്രീരാമൻ്റെ ചിഹ്നമുണ്ടായിരുന്നു. उन्होंने कहा, जब सीता से भेंट हो तो यह अंगूठी उन्हें दे देना. वे इसे पहचान जाएंगी, समझ जाएंगी तुम्हें मैंने भेजा है, तुम मेरे दूत हो. അപ്പോൾ സീതയെ കാണുകയാണെങ്കിൽ, സീതയെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഭേണ്ട് ഹോ തോ യഹ അങ്കൂഠി ഉന്നെ ദേ ദേന, ഈ മോതിരം സീതയ്ക്ക് നൽകുക. വേ ഇസെ പഹചാൻ ജായെങ്കി, ഇതിനെ സീത മനസ്സിലാക്കും, ഇത് ആരുടേതാണ് എന്ന് സീത മനസ്സിലാക്കും. സമജ് ജായെങ്കി, സീതയ്ക്ക് അത് മനസ്സിലാകും. തുമേ മേനെ ഭേജാ ഹെ തും മേരെ ദൂത് ഹോ, ഞാൻ നിന്നെ അയച്ചതാണ് എന്നും നീ എൻ്റെ ദൂതനാണെന്നും സീത മനസ്സിലാക്കും എന്ന് ശ്രീരാമൻ ഹനുമാനോട് പറയുകയാണ്. എന്നിട്ട് ആ മോതിരം ഹനുമാനെ ഏൽപ്പിക്കുകയാണ്. ദക്ഷിൺ की टोली കിഷ്കിന്ദ से चली. അങ്ങനെ ആ തെക്ക് ദിശയിലോട്ട് നിർണയിച്ച ആ സൈന്യം കിഷ്കിന്ദയിൽ നിന്നും ഇറങ്ങി. അങ്കദ് और ഹനുമാൻ ആകെ ആകെ ചൽ രഹേ थे. അങ്കദും ഹനുമാനുമായിരുന്നു അതിനെ ലീഡ് ചെയ്തത്, മുന്നോട്ട് പോവുകയാണെന്ന്. ചലത്തെ ചലത്തെ വേ ऐसे स्थान पर पहुंच गए जिसके आगे भूमि नहीं थी. ഇങ്ങനെ നടന്ന് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ഭൂമി ഇല്ലാത്ത, അതായത് മുമ്പിൽ കരഭാഗം ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവരെത്തിച്ചേരുന്നു. കേവൽ ജൽ ത, വെറും ജലം മാത്രമേ, വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വിശാലമായിട്ടുള്ള സമുദ്രമായിരുന്നു അത്. ഉസ്കി ഗഹറായി അഥാഹ് തി, അതിൻ്റെ ആ ഡെപ്ത് വളരെയധികമായിരുന്നു. അഥാഹ് തി, അഥാഹ് എന്ന് പറഞ്ഞാൽ വളരെയധികം, ഗഹറായി ഡെപ്ത്. വിശാൽ സമുദ്ര. ലഹറോ കി ഗറജ് കമ്പാ ദേത്തി തി, അതിൻ്റെ ആ തിരമാലകളുടെ ആ ശബ്ദം തന്നെ, ആ ഗറജ് എന്ന് പറയാം, അതിൻ്റെ ആ ശബ്ദം ഇങ്ങനെ വിറപ്പിക്കുന്ന ടൈപ്പായിരുന്നു. അത് അത്രയ്ക്ക് കൂടുതലായിരുന്നു അതിൻ്റെ ശബ്ദം. സമുദ്രക്കോ ദേഖ് കർ സബ്കാ സാഹസ് ജവാബ് ദേ ഗയ, അതായത് ജവാബ് ദേ ഗയ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സ്ഥിതിയിലോട്ടായി മാറി. അതായത് അവരുടെ ധൈര്യം ഇല്ലാതാവുകയായിരുന്നു. സമുദ്രക്കോ ദേഖ് കർ വാനർ തക് ഹാർ കർ വഹി ബാഡ് ഗേ, അവർ ക്ഷീണിതരായിട്ട് അവിടെ തന്നെ ഇരുന്നു. वानर राम के बारे में चर्चा करने लगे. अंगद ने कहा, राम की सेवा में प्राण भी चले जाएं तो दुख नहीं होगा. जटायु ने अपनी जान दे दी, हम भी पीछे नहीं हटेंगे. അപ്പോൾ വാനരന്മാർ ശ്രീരാമനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്കദ് ആ സമയത്ത് പറയുകയാണ്, റാം കി സേവാമേ പ്രാൺ ഭി ചലേ ജായ്, ശ്രീരാമനെ സേവിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ജീവൻ പോയാൽ പോലും അതിൽ ഞങ്ങൾക്ക് വിഷമം തോന്നത്തില്ല. ജട്ടായുവിനെ അപ്നി ജാൻ ദേദി, ജട്ടായു ശ്രീരാമനെ സഹായിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, സീതയെ രക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ജീവൻ തന്നെ വെടിഞ്ഞു. ഹംബി പീച്ചെ നഹി ഹട്ടേങ്കി, ഞങ്ങളും അതിൽ നിന്നും പിറകോട്ട് മാറത്തില്ല, ഞങ്ങളും ഞങ്ങളുടെ പ്രാണൻ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാണ് ശ്രീരാമന് വേണ്ടി. तभी एक विशाल गिद्ध पहाड़ी के पीछे से निकला. वह जटायु का भाई था. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നും ഒരു ഗിദ്ദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൾച്ചർ അല്ലേ. ആ സമയത്ത് ഒരു വൾച്ചർ, ആ സമയത്ത് ഗിദ്ദ് അവിടെ നിന്ന് ആ മലയുടെ പിറകിൽ നിന്നും ഇറങ്ങി. വ ജട്ടായു കാ ഭായി താ, ജട്ടായുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു, संपाति आयरनो था. उसने कहा, सीता लंका में है, मैं जानता हूँ रावण उन्हें लेकर गया है, आप लोगों को यह समुद्र पार करना होगा, सीता तक पहुँचने का बस यही एक रास्ता है. അപ്പോൾ സമ്പാത്തി ജട്ടായുവിൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ സമ്പാത്തി പറയുകയാണ്, എനിക്കറിയാം സീത എവിടെയാണെന്ന്, സീത ലങ്കയിലാണുള്ളത്, എനിക്കറിയാം. രാവൺ ഉന്നെ ലേക്കർ ഗയ, രാവൺ ആ ലങ്കയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ ആപ് ലോഗോं को यह समुद्र पार करना होगा, നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കേണ്ടതായിട്ടുണ്ട്. സീതാ തക് പहुँचने का बस यही एक रास्ता है, സീതയിലോട്ട് എത്തിച്ചേരാനുള്ള ഇതേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതായത് സമുദ്രം കടക്കുക എന്നത്.
सीता की सूचना मिलने से प्रसन्न हुआ वानर दल फिर निराश हो गया. സീത എവിടെയാണ് എന്ന് അറിഞ്ഞതും അവർ വളരെയധികം സന്തോഷിച്ചു വാനര സൈന്യം. പക്ഷേ അങ്ങനെ പ്രസന്നരായ ആ വാനര സൈന്യം വീണ്ടും നിരാശപ്പെടുകയാണ്. കാരണം ആ സമുദ്രം കടക്കുക എന്നത് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അത് നടക്കുന്ന ഒരു സംഭവമല്ല. സമുദ്ര സാമ്യത, സമുദ്രം മുന്നിലുണ്ടായിരുന്നു. വികരാൽ ത, അതായത് ഹൊറിബിൾ ആയിരുന്നു. വളരെയധികം വിശാലമായിട്ടുള്ള ഒരു സമുദ്രമായിരുന്നു. ഉസെ കോൺ പാർ കരേഗ कैसे करेगा അങ്കദ് ഉദാസ് ഹോ ഗയെ. ആരാ സമുദ്രം കടക്കും, എങ്ങനെ കടക്കും എന്നതൊക്കെയായിരുന്നു അവരുടെ ചിന്ത. അങ്കദ് ഉദാസ് ഹോ ഗയെ. അങ്കദ് വളരെയധികം ഉദാസീനനായി, വളരെയധികം വിഷമിച്ചു. ലക്ഷ്യ സാമ്നെ ഥ, ലക്ഷ്യം മുന്നിലുണ്ട്. സീത എവിടെയാണ് എന്നറിയാം. പർ വിക്കറ്റ് ഥ, ഉന്നെ കുച്ച് സൂജ് നഹി രഹാ ഥ. പക്ഷെ ആ മോൺസ്ട്രസ് ആയിട്ടുള്ള ആ സമുദ്രം കടന്ന് അങ്ങോട്ട് ചെല്ലുക എന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഉന്നെ കുച്ച് സൂജ് നഹി രഹാ ഥ. അവർക്ക് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ബൂഢാ സമ്പാത്തി ഉൻകി സഹായത കർ സക്താ ഥ. ആ പ്രായമായ സമ്പാത്തി, ജ്യേഷ്ഠൻ, ജട്ടായുവിൻ്റെ ജ്യേഷ്ഠന് സഹായിക്കാൻ സാധിക്കുമായിരുന്നു. സഹായത കർ സക്താ ഥ. പർ ഇസ് ആയു മേ ഇത്നി ലംബി ഉഡാൻ സംഭവ് നഹി ഥി. പക്ഷേ ഈ പ്രായത്തിൽ, അതായത് വളരെയധികം പ്രായം ഉണ്ടായിരുന്നു സമ്പാത്തിക്ക്. അപ്പോൾ ഈ ആയുവിൽ, ഈ പ്രായത്തിൽ ആ ലംബി ഉടാൻ, ആ വലിയ ഒരു പറന്ന് അങ്ങോട്ട് എത്തിക്കുക, അവരെ ആ സമുദ്രം കടന്ന് ആ ലങ്കയിലോട്ട് എത്തിക്കുക എന്നത് വളരെ അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വാനർദൽ അസമഞ്ജസ് മേ പെടുക. അപ്പോൾ വാനർദൽ, ആ വാനര സൈന്യം വളരെയധികം അസമഞ്ജസ്, അതായത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ആ സമയത്ത്. अंगद ने पहले ही कह दिया था कि काम पूरा किए बिना कोई किष्किंधा वापस नहीं जाएगा. അങ്കദ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈന്യത്തോട്, ഈ ജോലി തീർക്കാതെ, അതായത് ഞങ്ങൾ ഏറ്റെടുത്ത ആ ജോലി തീർക്കാതെ ഞങ്ങൾ തിരിച്ച് കിഷ്കിന്ധയിലോട്ട് തിരിച്ച് പോകത്തില്ല എന്ന്. വേ ന ആകെ ജാ സക്തേ ഥേ ന പീച്ചെ. അപ്പോൾ മുമ്പോട്ട് പോകാനും സാധ്യമല്ല, അതായത് മുമ്പിൽ സമുദ്രമാണ്, അതായത് വിശാലമായിട്ടുള്ള സമുദ്രം. പിറകിലോട്ടും മടങ്ങി പോകാൻ സാധ്യമല്ല. വേ ഏക് ദൂസരെ കി ഓർ ദേഖ് രഹേ ഥേ. എല്ലാ വാനരന്മാരും തമ്മിൽ നോക്കുകയായിരുന്നു. ഇസ് ദൽ മേ സബ്സെ ബുദ്ധിമാൻ ജാംവന്ത് ഥേ. അപ്പോൾ ഈ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാനായിട്ടുള്ള ആളായിരുന്നു ജാംവന്ത്. സബ് ഉൻകെ പാസ് ഗയെ. എല്ലാവരും ജാംവന്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, പക്കൽ പോകുന്നു. ഉൻകെ പാസ് ബി ഇസ് കഠിൻ പ്രശ്ന കാ കോയി ഉത്തർ നഹി ഥ. അദ്ദേഹത്തിൻ്റെ പക്കലും ഈ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. തഭി ജാംവന്ത് की दृष्टि हनुमान पर पड़ी. वे सबसे दूर बैठे थे ചുപ് ചാപ്പ്. ആ സമയത്ത് ജാമന്തിൻ്റെ ദൃഷ്ടി, അതായത് ജാമന്ത് ഹനുമാനെ നോക്കുന്നു, അതായത് ഹനുമാനിലോട്ടാണ് ദൃഷ്ടി പോയത്. വെ സബ്സെ ദൂർ ബാഠ്യത, ഏറ്റവും ദൂരെയാണ് ഹനുമാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ചുപ് ചാപ്പ്, മിണ്ടാതെ. ജാമവന്ത് ജാനത്തെ ഥേ യഹ് കാം ഹനുമാൻ കർ സക്തേ ഹെ. ജാമവന്തിന് അറിയാമായിരുന്നു ഈ ജോലി, അതായത് ആ സമുദ്രം കടന്ന് അങ്ങോട്ട് പോവുക എന്ന ജോലി ഹനുമാന് മാത്രമേ സംഭവ്യമുള്ളൂ എന്ന് ജാമവന്തിന് അറിയാമായിരുന്നു. जानते थे कि यह काम हनुमान कर सकते हैं. वे पवन पुत्र हैं. ഹനുമാൻ പവനപുത്രനാണ്, അതായത് വായുപുത്രനാണ് ഹനുമാൻ. ഉൻകി ശക്തി അപാര ഹെ. അദ്ദേഹത്തിൻ്റെ ശക്തി അപാരമാണ് എന്ന കാര്യം ജാമവന്തിന് അറിയാമായിരുന്നു. ലേക്കിൻ ഉൻഹെ സ്വയം ഇസ്ക അനുമാൻ നഹി ഹെ. അപ്പോൾ ഹനുമാന് സ്വയം അതിനെപ്പറ്റിയുള്ള അറിവ് ഇല്ല. അതായത് അതിനെപ്പറ്റിയുള്ള അറിവ് ഹനുമാന് ഇല്ല. ഉൻകി സോയി ഹുയി ശക്തി ജാംവന്തിനെ ജഗായി. അദ്ദേഹത്തിന് ആ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി, ഹനുമാൻ്റെ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി ജാംവന്ത് അതായത് ഉണർത്തി. कहा ഹനുമാൻ आपको जाना होगा, यह कार्य केवल आप कर सकते हैं. ഹനുമാൻ നിങ്ങൾ പോകേണ്ടതായിട്ട് വരും, നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ. യഹ് കാര്യ കേവൽ ആപ് കർ സക്തേ, നിങ്ങൾക്ക് മാത്രമേ, ഹനുമാനിന് മാത്രമേ ഈ കാര്യം ചെയ്യാൻ സാധിക്കൂ. സബ്കി ആഖെ ഉനി പർ ടിക് ഗയേ. എല്ലാവരും ഹനുമാനെ തന്നെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാർ ഋഷിമുഖ് പർവ്വതത്തിൽ എത്തിച്ചേരുന്നു സുഗ്രീവനെ തേടി. അപ്പോൾ സുഗ്രീവ് ആരാണ്? കിഷ്കിന്ധയിലെ വാനര രാജാവിൻ്റെ ഇളയ മകനാകുന്നു. സുഗ്രീവിൻ്റെ ജ്യേഷ്ഠനാണ് ബാലി. അപ്പോൾ രണ്ട് സഹോദരന്മാരും വളരെയധികം സ്നേഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തോ രാജഭരണ കാര്യങ്ങൾ കൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് ഉണ്ടാകുകയും അങ്ങനെ ബാലി സുഗ്രീവിനെ വധിക്കാൻ പോലും ഒരുങ്ങുകയാണ്. അപ്പോൾ अपनी जान बचाने के लिए सुग्रीव अपने साथियों के साथ ऋषिमुख पर्वत पर रहने
लगते हैं. അപ്പോൾ ഋഷിമുഖ് പർവ്വതത്തിലോട്ട് പോവുകയാണ്. സുഗ്രീവ് തൻ്റെ ആളുകളുമായിട്ട് അവിടെ നിന്നും, അതായത് കിഷ്കിന്ധ വിട്ട് ഋഷിമുഖ് പർവ്വതത്തിൽ പേടിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ മലയുടെ മുകളിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയായിരുന്നു സുഗ്രീവ്. എങ്ങാനും ബാലി യുദ്ധത്തിനായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ 2 തപസ്വികളായിട്ടുള്ള യുവാക്കൾ അവിടെ വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ അത് തീർച്ചയായിട്ടും ബാലിയുടെ ഗുപ്തചർ, ബാലിയുടെ ചാരന്മാരായിരിക്കാം എന്നാണ് സുഗ്രീവൻ വിചാരിക്കുന്നത്. പക്ഷെ ഹനുമാൻ മനസ്സിലാക്കുന്നു, സുഗ്രീവനെ മനസ്സിലാക്കി തരുന്നു, അത് ബാലിയുടെ ഗുപ്തചരന്മാരായിരിക്കില്ല, അതാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ അവരുടെ പക്കൽ പോവുകയാണ്. അപ്പോൾ അവിടെ 2 യുവാക്കൾ അവരുടെ ക്ഷീണം തീർക്കുകയായിരുന്നു ആ സരോവരത്തിൽ, മുഖമൊക്കെ കഴുകിയിട്ട്. ആ സമയത്ത് ഹനുമാൻ തൻ്റെ വേഷം മാറ്റിയിട്ടാണ് അവിടെ എത്തുന്നത്. എന്നിട്ട് അവരാരാണെന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് രാമലക്ഷ്മണന്മാർ പറയുന്നു, അവരെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, കബന്ധും ശബരിയും പറഞ്ഞതിനനുസരിച്ചിട്ട്, അവരുപദേശിച്ചതിനനുസരിച്ചിട്ട് ഞങ്ങൾ സുഗ്രീവനെ കാണാൻ വന്നിരിക്കുകയാണ്. സീതാപഹരണത്തെ പറ്റി അറിയാനും സീതയെ തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ സുഗ്രീവൻ്റെ സഹായത്തിനായിട്ട്. അപ്പോൾ അതറിഞ്ഞതും ഇപ്പോൾ ഹനുമാൻ തൻ്റെ വേഷം മാറ്റിയിട്ട് പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നു. എന്നിട്ട് ഹനുമാന് മനസ്സിലാകുന്നു ശ്രീരാമനും സുഗ്രീവനും ഒരേ സ്ഥിതിയിലാണ് ഉള്ളത്, അവർ 2 പേർക്കും തമ്മിൽ ആവശ്യമുണ്ട്, സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് ഹനുമാൻ 2 പേരെയും, ശ്രീരാമനെയും ലക്ഷ്മണനെയും അദ്ദേഹത്തിൻ്റെ തോളുകളിൽ ഇരുത്തിയിട്ട് സുഗ്രീവൻ്റെ പക്കൽ കൊണ്ടുപോവുകയാണ്. രാം और സുഗ്രീവ് അഗ്നിക്കോ സാക്ഷിമാക്കണം, അഗ്നിയെ സാക്ഷി വെച്ചിട്ട് 2 പേരും മിത്രങ്ങളായിട്ട് സ്വയം സ്വീകരിക്കുന്നു. അപ്പോൾ ആഭരണങ്ങൾ അപഹരിച്ച് കൊണ്ടുപോകുമ്പോൾ വാനരന്മാർ സീതയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് സുഗ്രീവ് അറിയിക്കുന്നു. അപ്പോൾ വാനരന്മാർക്ക് സീത എറിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആഭൂഷണങ്ങൾ, ആ വഴി മനസ്സിലാക്കാൻ, അതായത് സീത അതിലൂടെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ ആഭൂഷണങ്ങൾ സുഗ്രീവ് ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണിച്ച് നൽകുകയാണ്. അപ്പോൾ അത് അവർ തിരിച്ചറിയുന്നു, അത് സീതയുടേതാണെന്ന് തിരിച്ചറിയുന്നു. എന്നിട്ട് സുഗ്രീവ് വചൻ ദേത്തെ, അതായത് പ്രോമിസ് ചെയ്യുകയാണ് സീതയെ തേടാനായിട്ട് അവരെ സഹായിക്കാം എന്നതിൽ. തൻ്റെ വിഷമകഥയും സുഗ്രീവ് അറിയിക്കുകയാണ്. അതായത് രാജ്യത്തിൽ നിന്നും എങ്ങനെ പുറത്താക്കപ്പെട്ടെന്നും തൻ്റെ പത്നിയെ എങ്ങനെയാണ് ബാലി കൈക്കലാക്കിയത് എന്നും. कैसे बाली ने उसे राज्य से निकाल दिया और उसकी पत्नी को छीन लिया. राम ने उसे सहायता करने का वचन दिया. सुग्रीव उनकी सुकुमारता को देखकर उनके वचन पर भरोसा नहीं कर सका. അപ്പോൾ ശ്രീരാമൻ വചനം നൽകുകയാണ് സുഗ്രീവിനെ സഹായിക്കാം എന്നത്. സുഗ്രീവ് ഉൻകി സുകുമാരത को देखकर, ആ സുഗ്രീവിന് ശ്രീരാമൻ്റെ ആ സുകുമാരത, ആ മുഖം കണ്ട് അദ്ദേഹത്തിന് വിശ്വാസം വരുന്നില്ല, അത്ര ശക്തിശാലിയാണ് ശ്രീരാമൻ എന്ന കാര്യത്തിൽ. കാരണം ബാലി മഹാബലശാലിയാണെന്ന് सुग्रीवन അറിയാം. और वह 7 शाल के वृक्षों को एक साथ झकझोरने की शक्ति रखता है. അപ്പോൾ 7 ഷാലിൻ്റെ ആ വൃക്ഷം, അതായത് എന്താണ് വിശാലമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഷാൽ വൃക്ഷം. അതിനെ ഒരുമിച്ച് ആ 7 വൃക്ഷങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവ് ബാലിക്കുണ്ട്. राम ने बिना कोई उत्तर दिए अपने एक ही बाण से शाल के साथ विशाल वृक्षों को काट कर दिखा दिया, तो उसे राम की शक्ति पर भरोसा हो गया. അപ്പോൾ ശ്രീരാമൻ തൻ്റെ ശക്തി പ്രദർശനം നടത്തുന്നത്. അങ്ങനെ സുഗ്രീവിനെ വിശ്വാസം വരുത്താനായിട്ട് ശ്രീരാമൻ 7 ഷാലിൻ്റെ വൃക്ഷങ്ങളെ ഒരുമിച്ച് അമ്പുകൊണ്ട് എയ്ത് വീഴ്ത്തുകയാണ്. അപ്പോൾ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു ബാലിയെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കാനായിട്ട്. ആ സമയത്ത് ശ്രീരാമൻ വൃക്ഷത്തിൻ്റെ പിറകിൽ നിന്ന് നോക്കി ആവശ്യം വരുമ്പോൾ അമ്പ് എയ്ത് ബാലിയെ വധിക്കും എന്നാണ് ശ്രീരാമൻ അറിയിച്ചത്. അപ്പോൾ സുഗ്രീവ് ने वैसा ही किया. दोनों में भीषण मल्लयुद्ध हुआ. सुग्रीव हारने लगा. राम ने पेड़ के पीछे खड़े रहकर भी बाली को बाण नहीं मारा, तो सुग्रीव वहाँ से भागकर ऋषिमुख पर्वत पर आ गया. അപ്പോൾ ആ സമയത്ത് തോൽക്കാൻ തുടങ്ങി സുഗ്രീവ് ആ യുദ്ധത്തിനിടയിൽ. പക്ഷേ ആ സമയത്ത് ശ്രീരാമൻ അമ്പ് എയ്യാത്തത് കൊണ്ട് സുഗ്രീവ് പേടിച്ചിട്ട് അവിടെ നിന്നും ഋഷിമുഖ് पर्वतത്തിലോട്ട് തിരിച്ച് മടങ്ങുകയാണ്. वह राम पर गुस्सा था. राम ने उसे समझाया कि उन दोनों भाइयों के चेहरे मिलते जुलते थे, इसीलिए वे बाण नहीं चला पाए. 2 പേരും ഒരുപോലെയാണ് കാണാൻ, അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു ആരാണ് സുഗ്രീവ് ആരാണ് ബാലി. അതുകൊണ്ട് തന്നെ ബാണം ഉപയോഗിക്കാൻ സാധിച്ചില്ല, അതായത് അമ്പ് ചെയ്യാൻ സാധിച്ചില്ല. उन्होंने उसे दोबारा बाली से युद्ध करने के लिए कहा, उन्हें भेजा और जब बाली सुग्रीव को मारने लगा तो उसे बाण से मार गिराया. അപ്പോൾ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി സുഗ്രീവിനെ അയക്കുകയാണ് ശ്രീരാമൻ. എന്നിട്ട് ആ യുദ്ധത്തിൽ അദ്ദേഹം ഉടനെ തന്നെ ബാലിയെ വധിക്കുകയാണ്. സുഗ്രീവ് കോ മാർനെ ലഗ, तो उसे बाण से मार गिराया. അപ്പോൾ ബാലിയെ വധിക്കുന്നു.
അപ്പോൾ തുരന്ത് ഉടനെ തന്നെ സുഗ്രീവിൻ്റെ രാജാഭിഷേകം നടത്തുന്നു. അവിടെ ബാലിയുടെ പുത്രനായ അംഗദിനെ യുവരാജാവായിട്ടും അഭിഷേകം ചെയ്യുന്നു. വർഷാ ഋതു ഹോനെ കെ കാരണം സീതാ കി ഖോജ് മേ ലങ്ക ജാന സംഭവ നഹീ താ. വർഷാ ഋതു ആരംഭിച്ചു, മൺസൂൺ അല്ലെ, മഴക്കാലം തുടങ്ങിയതോടെ ലങ്കയിലോട്ട് പോവുക സംഭവ്യമല്ലായിരുന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ ഇടയിൽ ലക്ഷ്മണനും ശ്രീരാമനും പ്രസ്രവൺ പർവ്വതത്തിലാണ് താമസിച്ചത്. അപ്പോൾ വർഷാ ഋതു കഴിഞ്ഞതോടെ, അതായത് മൺസൂൺ സീസൺ കഴിഞ്ഞതോടെ സുഗ്രീവൻ എന്തുകൊണ്ട്, അതായത് ശ്രീരാമൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. സുഗ്രീവൻ എന്തുകൊണ്ടാണ് തൻ്റെ സൈന്യവുമായിട്ട് എത്താത്തത്, സീതയെ തേടാനായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പനി സേനാക്കെ സാത്ത് നെയ് പോഞ്ച, സുഗ്രീവ് തൻ്റെ സൈന്യവുമായിട്ട് അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ലക്ഷ്മൺ കിഷ്കിന്ധയിലോട്ട് പോവുകയും അവിടെ ആ വില്ലിൽ ചരട് കോർത്തിട്ട് അത് പിടിച്ച് വലിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ആ ഠങ്കാർ, ആ ശബ്ദം കേട്ട് സുഗ്രീവിന് ഓർമ്മ വരികയും തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അങ്ങനെ ശ്രീരാമനെ ചെന്ന് കാണുകയും അതിനു മുമ്പ് ഹനുമാനെ, വാനർ സൈന്യത്തെ ഒരുമിപ്പിക്കാനായിട്ട് അദ്ദേഹം ഓർഡർ നൽകിയിട്ട് വരികയും ചെയ്യുന്നു. ശ്രീരാമനെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ രാമനെ ഉസെ ഗലെ ലഗാ ലിയ, വാനർ ദലോं को 4 टोलियों में बांट दिया गया. दक्षिण दिशा में जाने वाले दल के नेता अंगद बनाए गए. അപ്പോൾ ശ്രീരാമനെ ചെന്ന് കണ്ട് ശ്രീരാമൻ അദ്ദേഹത്തെ എണീപ്പിട്ട് ആലിംഗനം ചെയ്യുന്നു. വാനർ സേനയെ 4 ഗ്രൂപ്പായിട്ട്, അതായത് 4 ടോലിയായിട്ട് ഇങ്ങനെ വിഭജിക്കുന്നു. പിന്നെ അതിനുശേഷം ദക്ഷിൺ ദിശയിലോട്ട്, അതായത് തെക്ക് ദിശയിലോട്ടായിട്ട് ഒരു ഗ്രൂപ്പിനെ, ഒരു ദല്ലിനെ അയക്കുകയാണ്. അതിൽ അംഗദാണ് അതിനെ നയിക്കുന്നത്. राम ने हनुमान को अपनी अंगूठी देकर कहा कि सीता से मिलने पर यह अंगूठी उन्हें देना तो वह पहचान जाएंगी कि वह राम का दूत है. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ വിളിച്ച്, അതായത് ദക്ഷിണ ദിശയിലോട്ട് പോകുന്ന ആ സൈന്യത്തിൽ ഹനുമാനുമുണ്ട്. അപ്പോൾ ഹനുമാനോട് ആ മോതിരം നൽകി അദ്ദേഹത്തിനോട് പറയുകയാണ്, സീത തീർച്ചയായും ഈ മോതിരം ആരുടേതാണ് എന്ന് തിരിച്ചറിയുകയും ഞാൻ അയച്ച ദൂതനാണ് ഹനുമാൻ എന്നും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ മോതിരം സീതയ്ക്ക് നൽകാനാണ് അദ്ദേഹം പറയുന്നത്. കിഷ്കിന്ധയിൽ നിന്നും ദക്ഷിണ ദിശയിലോട്ട് പോയ ആ സൈന്യം എത്തിച്ചേർന്ന ആ സ്ഥലത്ത് അവരുടെ മുമ്പിൽ വെറും ജലം മാത്രമേ ഉണ്ടായിരുന്നു. അതായത് കരഭൂമി അവിടെ അവസാനിക്കുകയാണ്, സമുദ്രമായിരുന്നു മുഴുവനും. വഹി ഹാർക്കർ ബാഡ് ഗേ, അതായത് മുന്നോട്ട് നീങ്ങാൻ ഒരു വഴിയും അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ വാനര സൈന്യവും എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നു. അതായത് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സ്ഥിതി. അപ്പോൾ സമ്പാത്തി അവിടെ എത്തുന്നു. ജടായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാത്തി, അതായത് അദ്ദേഹം പറയുകയാണ് താൻ സീതയെ കണ്ടിട്ടുണ്ടെന്നും രാവണൻ സീതയെ ലങ്കയിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു, ഇതേ വഴിയിലൂടെയാണ് പോയത് എന്നും ഒക്കെ അറിയിക്കുന്നു. വഹാ തക് ജാനെ കാ യഹി ഏകമാത്ര രാസ്ത ഹെ, അതും പറയുന്നു. അതായത് ഈ സമുദ്രം കടന്ന് മാത്രമേ ശ്രീലങ്കയിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ, ഇത് ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നും അറിയിക്കുന്നു. വാനർ ദൽ കോ സമജ് നഹി ആ രഹാ താ കി ഇത്നെ ബഡേ സമുദ്ര കോ കൈസെ പാർ കിയാ ജായ്. അപ്പോൾ വാനര സൈന്യത്തിന് മനസ്സിലാകുന്നില്ലായിരുന്നു എങ്ങനെ ഇത്രയും വിശാലമായിട്ട് ഉള്ള സമുദ്രം എങ്ങനെ കടന്ന് അങ്ങോട്ട് മറ്റേ വശത്തേക്ക്, എങ്ങനെ ലങ്കയിലോട്ട് ഇത്രയും വലിയ മഹാസമുദ്രത്തെ എങ്ങനെ കടന്ന് ലങ്കയിലോട്ട് എത്താം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഒരു വഴിയും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. തബ് जामवंत ने चुपचाप बैठे हुए हनुमान को कहा कि वह पवन पुत्र हैं, यह कार्य वही कर सकते हैं, उन्हें ही जाना होगा. അപ്പോൾ അവിടെ നിശബ്ദനായിട്ടിരുന്ന ഹനുമാനെ കാണിച്ചിട്ട് ജാംവന്ത് പറഞ്ഞു, ഹനുമാന് മാത്രമേ അത് സംഭവ്യമുള്ളൂ. അതായത് ആ സമുദ്രം കടന്ന് ലങ്കയിലോട്ട് എത്താൻ ഹനുമാന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഹനുമാൻ പവൻപുത്ര ഹനുമാനാണ്. അപ്പോൾ ഹനുമാന് മാത്രമേ ആ സമുദ്രം കടന്ന് ലങ്കയിലോട്ട് എത്താൻ സാധിക്കൂ. യഹ കാര്യം വഹി കർ സക്തേ ഹെ, ഉനേ ഹി ജാനാ ഹോഗ. അദ്ദേഹത്തിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ എന്ന് ജാംവാൻ പറയുന്നു. അദ്ദേഹത്തിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ, അദ്ദേഹം അങ്ങോട്ട് ലങ്കയിലോട്ട് പോകണം എന്ന് അറിയിക്കുന്നു. പടാവ് എന്ന് പറഞ്ഞാൽ ഠഹർനേക്ക് ജഗ, നിൽക്കാനുള്ള ഒരു സ്ഥലം, പടാവ്. പിന്നെ നിർവാസൻ എന്ന് പറഞ്ഞാൽ ദേശ് നിക്കാല, ദേശത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ശിഷ്ടത എന്ന് പറഞ്ഞാൽ അച്ഛാ വ്യവഹാരം, നല്ല പെരുമാറ്റം. സാക്ഷി ഗവാഹ. സാന്ത്വന എന്ന് പറഞ്ഞാൽ തസല്ലി ദേന, സമാധാനിപ്പിക്കുക. വ്യഥാകഥ ദുഃഖ് ഭരി കഹാനി, അതായത് ദുഃഖം നിറഞ്ഞ വിഷമകരമായിട്ടുള്ള ഒരു കഥ. സുകുമാർ എന്ന് പറഞ്ഞാൽ കോമൽ.
പിന്നെ മല്ലയുദ്ധം എന്ന് പറഞ്ഞാൽ ദോ വ്യക്തിയും കി കുഷ്തി, 2 വ്യക്തികളുടെ കുഷ്തിയാണ് മല്ലയുദ്ധം. കുപിത് എന്ന് പറഞ്ഞാൽ ക്രോധിത്, ദേഷ്യപ്പെടുക. ആനൻ ഫാനൻ തുറന്ത്, ഉടനെ തന്നെ. ക്ഷുബ്ദ് എന്ന് പറഞ്ഞാൽ പരിശാൻ, അതായത് വളരെയധികം വിഷമസ്ഥിതിയിൽ. അഗ്രിം എന്ന് പറഞ്ഞാൽ ആകെ, മുന്നിൽ, മുൻപന്തിയിൽ. അഥാഹ് എന്ന് പറഞ്ഞാൽ ബഹോത് ഗഹറ, നല്ല ഡീപ്പായിട്ടുള്ളത്. വികറാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് റീഡിങ്, കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.